ഇനി എട്ടാമത്തതാണ് വർക്കിംഗ് അവേഴ്സ്. പേപ്പറിലൊക്കെ നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു ടൈമും സ്കെഡ്യൂളൊക്കെ ഉണ്ടാവും. ബട്ട് റിയലിസ്റ്റിക്കലി നിങ്ങൾ 24/7 ഓൺ കോളാണ്. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞാലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാബിനിലേക്ക് ഡയറക്റ്റ് കോൾ വരും. നിങ്ങൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് വരെ നിങ്ങൾ ഡ്യൂട്ടിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. എൻ്റെ കേസിൽ ഞാനൊരു നാവിഗേറ്റിംഗ് ഓഫീസറാണ്. ഷിപ്പ് പോർട്ടിലെത്തുമ്പോൾ ഞാനൊരു കാർഗോ വാച്ച് ഓഫീസറായി മാറും. ആൻഡ് പോർട്ടിലെ കാർഗോ വാച്ചിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ മിനിമം 12 മണിക്കൂർ, മാക്സിമം പിന്നെ ദൈവത്തിനും അറിയാം എത്രയാണ് വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് സ്കെഡ്യൂൾ ഒന്നും നമുക്ക് വരുന്നില്ല. ആൻഡ് ഷിപ്പിലെ മോസ്റ്റ് ക്രൂവിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ഡേ ഈസ് മൺഡേ. അതായത് അവർക്ക് വീക്കെൻഡിൽ ഓഫ് ഡേ എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല. എസ്പെഷ്യലി നിങ്ങൾ കപ്പലോടിക്കുന്ന ഓഫീസർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും കപ്പലോടിക്കേണ്ടി വരും. ആൻഡ് നിങ്ങൾ കേറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ആൻഡ് ഈവൻ സൺഡേ റെസ്റ്റ് കിട്ടുന്ന എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ പോലും ഷിപ്പ് പോർട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അലാംസോ വന്നു കഴിഞ്ഞാൽ അത് ഫിക്സ് ആക്കണ വരെ അവർ വർക്ക് ചെയ്യേണ്ടി വരും. അത് സാറ്റർഡേ ആയാലും സൺഡേ ആയാലും മൺഡേ ആയാലും വർക്ക് കണ്ടിന്യൂസ്. അതുകൊണ്ട് തന്നെ മെർച്ചൻ്റ് നേവിയിലെ ജോബ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ്.